ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും ഹൈക്കോടതി പരിശോധിക്കും. ടോൾ പിരിവ് ഹൈക്കോടതി ഇന്നുവരെ നിർത്തിവച്ചിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ടോൾ പിരിവ് ഇന്നുവരെ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഹർജി പരിഗണിക്കൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതെ കൃഷ്ണരാജ്, അതായത് പാലിയക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞിട്ട് ഏകദേശം ഒരു മാസം പിന്നിടുകയാണ്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കാരണമായിരുന്നു ഹൈക്കോടതി ഈ ടോൾ പിരിവ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പൊതുജന താല്പര്യാർത്ഥം അല്ലെങ്കിൽ പൊതുജന താല്പര്യം സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ടോൾ പിരിവ് താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഗതാഗത കുരുക്ക് അതിന്റെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഭേദഗതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനം തങ്ങൾ കൈക്കൊള്ളാമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റി നേരത്തെ തന്നെ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് കുറച്ച് ദിവസം സാവകാശം കിട്ടിയാൽ തന്നെ പൂർണ്ണമായിട്ടും ഈ ഗതാഗത കുരുക്കെന്ന പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ അടങ്ങുന്ന മോണിറ്ററിംഗ് കമ്മിറ്റി മുൻപാകെ പരാതികൾ ഉന്നയിക്കാമെന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില പരാതികളൊക്കെ തന്നെ ജില്ലാ കളക്ടർക്ക് മുന്നിൽ എത്തിയിരുന്നു. ഈ പരാതികൾ ഏത് വിധത്തിൽ പരിഹരിച്ചു ഇതടക്കമുള്ള റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഇതുവരെ ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൽ എത്രമാത്രം കാര്യക്ഷമമായിട്ട് ഇടപെടൽ നടത്താൻ സാധിച്ചു, നിലവിലെ പ്രശ്നം അല്ലെങ്കിൽ നിലവിലെ നടപടിക്രമങ്ങൾ ഏതുവരെ എത്തി, ഇതടക്കമുള്ള നടപടി പുരോഗതി സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കേണ്ടത്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ പാലിയക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയുള്ളൂ. 18 ഇടങ്ങളിൽ പ്രശ്നം അല്ലെങ്കിൽ ഗതാഗത കുരുക്ക് ഉണ്ട് എന്നുള്ളതായിരുന്നു തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതി അറിയിച്ചത്. ഈ 18 ഇടങ്ങളിൽ 13 ഇടങ്ങളിലെയും പ്രശ്നം ഭാഗികമായിട്ട് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഏത് വിധത്തിലാണ് ഈ ഗതാഗത കുരുക്ക് നിലനിൽക്കുന്നത്, അതിന്റെ പ്രശ്നപരിഹാരം എവിടെ വരെ എത്തി, ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ നൽകുന്ന റിപ്പോർട്ടാണ് നിർണായകം. എന്തായാലും ദേശീയപാത അതോറിറ്റി ഈ ഒരു മാസം പിന്നിടുന്ന സമയത്തും ഈ പാലിയക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നുള്ള നിലപാട് ഹൈക്കോടതിയിൽ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെങ്കിൽ ഗതാഗത കുരുക്ക് അപ്പാടെ പരിഹരിക്കണമെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഹൈക്കോടതി. ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തീരുമാനം ഏറെ നിർണായകം തന്നെയാണ്. കൃഷ്ണരാജ്, ശരി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ എത്തും. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിശോധിക്കും. ടോൾ പിരിവ് ഹൈക്കോടതി ഇന്നുവരെ നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയാണ് രേഷ്മ ബാബു.